പറയാനുള്ളത് ഹരിച്ചേട്ടൻ പറഞ്ഞതിന് ആദ്യം പറഞ്ഞു തുടങ്ങിയതിന് വിപരീതമായിട്ടാണ് ലാസ്റ്റ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഭീകരതയെ ഭയക്കരുത് എന്നാ. നമ്മൾ ഭയപ്പെടുത്താൻ വേണ്ടി അല്ല ഇരിക്കുന്നത്, ചില മുൻകരുതലുകൾ കൊടുക്കുന്നതിന് വേണ്ടിയാ. 1921 നമ്മൾ അറിഞ്ഞത് ബ്രിട്ടീഷുകാരനായ ഹിച്ച്കോക്ക് എഴുതിയ ദി മാപ്പിള റെബല്യൻ വായിച്ചിട്ടാണ് ആ ഭീകരത നമ്മൾ അറിഞ്ഞത്. അതിനെ സംബന്ധിച്ച് വാരിയൻകുന്നൻ എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോഴാണ് കേരളം അതറിഞ്ഞത്. ഗോദ്രയിലെ വിഷയം പറഞ്ഞല്ലോ. ഇപ്പോ ഹരിച്ചേട്ടാ, PFIയുടെ ലിസ്റ്റിലെ 9ാമത്തെ ആളായിരുന്നു ഞാൻ. പിന്നെ ഐസിസ് ഭീകരരുടെ 2ാമത്തെ ആളാണ് ഞാൻ. അവരിട്ട ലിസ്റ്റിലെ 1ാമത്തെ ആള് മോദിയും 2ാമത്തെ ആള് ഞാനും 3ാമത്തെ ആള് അമിത്ഷായുമാണ് അവരുടെ ലിസ്റ്റ്. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തുറപ്പിലാണ് ടീച്ചറെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഈ ഷർട്ടിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഇത് ഊരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല, അത്ര ഉറപ്പേ എന്റെ ജീവിതത്തിന് മുകളിൽ സാറേ. പക്ഷേ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഒന്ന് ചോദിക്കട്ടെ ഹരിച്ചേട്ടാ, ഈ ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവായ മുജീബുർ റഹ്മാൻ, അദ്ദേഹത്തെ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സിനിമ ചെയ്ത ഒരു മനുഷ്യനും 4 മക്കളും ഒരു ഭാര്യയും ഒരു വീട്ടിനകത്ത്, ചുറ്റിനും കൂടിയത് 500ഓളം ജമാഅത്തെ ഇസ്ലാമി ഭീകരർ. അവരെങ്ങനെ പ്രതിരോധിക്കണം? പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുവാണ്. എങ്ങനെ പ്രതിരോധിക്കണം? ഭയമല്ലേ? മരണം മുന്നിൽ കാണുമല്ലേ? ഇനിയിപ്പോ എന്നെ ഇവരുടെ കൈ കിട്ടിയാല് ഒറ്റയടിക്ക് ഇവര് കഴുത്തറുക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇല്ല. ആ ജ്യോതി ബസുവിനെ 20 പേരാണ് പീഡിപ്പിച്ചതെങ്കിൽ എന്നെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. എന്തിനാണ്? ഇനിയും വരുന്ന ഒരു ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യും. ഈ ഭീകരതയെ സംബന്ധിച്ച് മദ്രസകളിലൂടെ പഠിപ്പിച്ചും ചെറിയ തഴമ്പല്ല വന്നിട്ടുള്ളത്. 3.5 വയസ്സ് മുതൽ ഞങ്ങൾ ഇത് മനസ്സിലാക്കുന്നതാ. അമുസ്ലിങ്ങളെ, കാഫിറുകളെ എങ്ങനെ ചെയ്യണം, എങ്ങനെ പീഡിപ്പിക്കണം, ആ മൃതശരീരത്തെ നോവിക്കുക എന്നതിലുപരി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പഠനം നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രതിരോധമൊക്കെ BJP സഹായിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യമല്ലേ? മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവരെന്താ ചെയ്യുക? എല്ലാവരും മുസ്ലിം ഐക്യവേദി രൂപീകരിക്കും, ഒരുമിച്ച് നിൽക്കും. നമ്മളിൽ എത്ര പേര് ഒരുമിച്ച് നിൽക്കും? നമ്മളിൽ എത്ര പേർക്ക് കേസുകൾ വന്നു? എന്റെ വീട്ടിൽ പോലീസുകാർ വരുന്ന കണ്ടിട്ട് എന്റെ മോളുടെ കൂട്ടുകാരി ചോദിക്കുകയാണത്രേ, നിന്റെ ഉമ്മ ക്രിമിനൽ ആണോ? എന്ത് ചെയ്തിട്ടാണ്? ഒടുവിൽ ഞാൻ ആ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, നിങ്ങൾ ഈ പ്രഹസനം കാണിക്കരുത്. രാവിലെ ഒരു ജീപ്പ് പോലീസ് വരിക, ഉച്ചയ്ക്ക് 2 ജീപ്പ് പോലീസ് വരിക. ഞാൻ എന്താ പിടിയിട്ടാ പുള്ളിയോ? നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരും. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോ, ഈ പ്രഹസനം ഉണ്ടാക്കരുതെന്ന്. ഒരുപക്ഷെ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇത്രയും പേരും ഇതിലെ ഇരട്ടി ആളുകളും മരിച്ചു വീണിട്ടല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ തൊടില്ല എന്ന് പറഞ്ഞു. അതുപോലെ രാമൻ സിംഹജി പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും മരിച്ചു വീണിട്ടല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ തൊടില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു പ്രശ്നം വന്നപ്പോ ബൈജു പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്നോ എന്നെ കൊണ്ടുപോയിട്ടല്ലാതെ നിങ്ങളെ ഒരാൾ തൊടില്ല. അതുപോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യങ്ങളില്ലേ ഈ കേരളക്കരയിൽ? ഒരുപാടുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളിലൊക്കെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് 4 പേർക്കും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിൻബലമുണ്ട്, ഒരു മതവിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നാൽ ആരുണ്ട്? ആരുമില്ല. ജാമ്യമെടുക്കാൻ ഒരു കരമടച്ച രസീതിന് പോലും എനിക്ക് ആരുമില്ല. ഞാൻ എന്തിനു വേണ്ടിയാണ് എന്റെ ജീവൻ ബലിയാടാക്കുന്നത്? മര്യാദയ്ക്ക് വീട്ടിലിരുന്ന പോരെ? ഭർത്താവ് അധ്വാനിച്ച് കുടുംബം നോക്കും, മതി. പക്ഷെ എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടതുണ്ട്. എനിക്ക് നാളെ എന്റെ രാജ്യം ബംഗ്ലാദേശ് ആകാതിരിക്കുന്നതിന് വേണ്ടി എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. പിന്നെ ജയസൂര്യൻ സാറിനോട് പറയാനുള്ളത്, സാറേ, നരേന്ദ്രമോദി ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നുണ്ട്, ശരിയാണ്. ബംഗ്ലാദേശിലേത് സമാനമായ സാഹചര്യം ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാകേണ്ടുന്ന 1-2 സന്ദർഭങ്ങൾ മാത്രം ഞാൻ കുറഞ്ഞ സമയം കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിക്കാം. നോട്ട് നിരോധനം എന്താകുമായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ? CAA NRC വിഷയം, ഹിജാബ് വിഷയം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കത്തിക്കേറുമായിരുന്നു. വളരെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സന്ദർഭം, കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ഗുജറാത്തിനെ സംബന്ധിക്കുന്ന ഡോക്യുമെന്ററിയും നരേന്ദ്രമോദിയുടെ, ഇതൊക്കെ ഇന്ന് ബംഗ്ലാദേശിൽ ഉണ്ടായതിനേക്കാൾ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷെ നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു എവിടെയാണ് നമ്മൾ വേരിലാണ് തളം വെക്കേണ്ടത്, ഇലയിലല്ല എന്നറിയാമായിരുന്നു. അത്തരം ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഈ രാജ്യം കേറിപ്പോയി. ഇനിയും എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരു 15 കൊല്ലവും കൂടി
നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നാൽ ഇവരെ ഉന്മൂലനം ചെയ്യാൻ കഴിയും. ഇത് ഞാൻ എഴുതി വെച്ച പോയിന്റാണ്. ഓക്കെ, നിങ്ങളൊക്കെ രാമസിംഹൻജി എന്തെങ്കിലും ജയസൂര്യൻ സാറിനെ കൂടെ കോട്ട് ചെയ്തിട്ട് പറയാനുണ്ടോ? അതല്ലെങ്കിൽ ഹരിചേട്ടൻ പറഞ്ഞ വാക്കുമായിട്ട് കോട്ട് ചെയ്തിട്ട് പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്യണം. സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. രാമസിംഹൻജി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അവിടെ അൺമ്യൂട്ട് ചെയ്യണം. ഞാനേ ടീച്ചർ പറഞ്ഞതിന് ഞങ്ങൾക്കൊന്നും പുറകിൽ പ്രസ്താവമൊന്നുമില്ല. ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ കളിക്കുന്നത് മുഴുവനും. ഇൻഡിവിജ്വൽ. ഞാന് എന്റെ ഭാര്യ പറഞ്ഞ് തട്ടിപ്പോയാലും പ്രശ്നമല്ല, നമുക്ക് രാജ്യത്തിന്റെ കൂടെ നിൽക്കണം. പലപ്പോഴും നമ്മൾ തളർന്നു പോകുമ്പം ഈ പറഞ്ഞ അച്ഛൻ്റെ പറഞ്ഞാൽ ആരും കൂടെ ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരു വാര്യംകുന്നൻ സിനിമ എടുത്തതിന് 3 കൊല്ലം അനുഭവിച്ചത് ഞാൻ. 3 കൊല്ലം അനുഭവിച്ചത്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ വാര്യംകുന്നന്റെ കണക്ക് ചോദിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ BJP-ക്കാരാണ്. ടീച്ചറെ ആലോചിച്ച് നോക്കൂ, അതെ, നമ്മളെടുത്ത റിസ്ക് എന്താണെന്നുള്ളത്. അങ്ങനെ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പോഴും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടീച്ചർ കേസ് വന്നാൽ ടീച്ചർ മാത്രമേ ഉള്ളൂ, എനിക്ക് കേസ് വന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ പ്രശ്നങ്ങൾ ഞാനും കുടുംബം മാത്രമേ അനുഭവിച്ചുള്ളൂ. നമ്മൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല. ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായപ്പോഴും ആ പ്രസ്ഥാനം പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞത് ഇത്തരം നിലപാടെടുക്കാൻ പറ്റില്ല, സമരസപ്പെട്ട് പോകണം. നിങ്ങൾ അവിടെ നിന്നിട്ട് അവിടുത്തെ ആൾക്കാരെ ഞങ്ങൾക്ക് കൊണ്ടുതരൂ. ഇതാണ് സമീപനം വരുന്നത്. പലപ്പോഴും നമുക്കൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടൊന്നും തുറന്നു പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ജിഹാദികൾക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എക്സ് മുസ്ലിംസും എന്നെപ്പോലുള്ള ആൾക്കാരുമാണ്. സാറ് പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ ആണ് സാറേ ഇന്ന് ഏറ്റവും വലിയ ശക്തം. നമ്മൾ വ്യക്തിപരമായിട്ട് ഞാനൊരു റോഡിലേക്ക് ഇറങ്ങി എനിക്ക് 10 പേരെ കാണാൻ പറ്റും. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് 1,00,000 പേരെ ഒരു ദിവസം കാണാൻ പറ്റും. 1,00,000-ഓട് സംവദിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പഴിയുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആൾക്കാരല്ലേ. ഈ സോഷ്യൽ മീഡിയയിലെ തള്ളലാണ് ഇന്ന് ഈ പറയുന്ന മുഹമ്മദിന്റെ ചരിത്രവും ഈ പറയുന്ന ഇസ്ലാമിന്റെ ചരിത്രവും ഈ ഹദീസുകളും ഈ പറയുന്ന ഹദീസുകൾക്കുള്ളിലെ മാനുഷിക വിരുദ്ധതയും ഒക്കെ കൊണ്ടുവന്നത് ഈ സോഷ്യൽ മീഡിയ ആണെന്ന് അറിയിക്കണം. എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കൂലിയുണ്ട്, സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആളുകളാണ് നിങ്ങൾ. ആ ഞങ്ങളെപ്പോലെ ആൾക്കാർ സോഷ്യൽ മീഡിയ തള്ളിയത് കൊണ്ടാണ് 10-15 കൊല്ലം കൊണ്ട് ഈ മാറ്റം വന്നത്. 10-15 കൊല്ലം കൊണ്ട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു കുട്ടി വിളിച്ച് ആരിഫ് ഹുസൈന്റെ അടുത്ത് എനിക്ക് പേടിയാണ്, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുള്ള ആ പേടി മാറ്റി ആരിഫ് ഹുസൈൻ ഇങ്ങനെ അരമണിക്കൂർ കൊണ്ട് സംസാരിച്ച് മാറ്റി കൊടുക്കുന്നത് കേട്ടവനാണ് ഞാനിന്ന്. അങ്ങനെ ഈ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഈ യാഥാസ്ഥികർക്കെതിരെ സംസാരിക്കാൻ, ഈ യാഥാസ്ഥികരിൽ നിന്ന് വിട്ടുപോരാൻ, എക്സാവാൻ വേണ്ടിയിട്ട് ഇന്ന് ആര് മെനക്കെടുന്നതിനേക്കാൾ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ മെനക്കെടുന്നുണ്ട്. ഈ പറയുന്ന നിരീശ്വരവാദികൾ ഉണ്ട്. CPM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ പോലും ഇക്കാര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ അതൊരു ഹിന്ദുവിനെ പറയാൻ പറ്റില്ല. ഒരു ഹിന്ദുവിന് പറയാൻ പറ്റുമോ? അത് ജാമിന ടീച്ചർ സംസാരിക്കുന്ന കാര്യം ഒരു ഹിന്ദുവിന് പറയാൻ പറ്റില്ല. ഭീകരവാദത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വന്ന, ഇസ്ലാമിലൂടെ പഠിച്ചു വന്ന ജാമിന ടീച്ചർ പറയുന്ന പോലെ ഹരിയായിട്ട് പറയാൻ പറ്റുമോ? രാമേന്ദ്രൻ സാറിന് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ വർഗീയതായി. അപ്പൊ ഈ പറയുന്ന വലിയൊരു എല്ലാ പ്രസ്ഥാനത്തിനും വേണ്ടി മുഴുവൻ കുത്തുകൊള്ളുന്ന ആരാണ്? ജാമിന ടീച്ചറാണ്. ആ ജാമിന ടീച്ചർക്ക് ജയിലിൽ കയറിയ ആരാണുള്ളത്? ടീച്ചർ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാർ മാത്രം. ടീച്ചർക്ക് അറസ്റ്റ് വന്നപ്പോ എത്ര പേര് ടീച്ചർ അന്വേഷിച്ചു? ടീച്ചറെ എത്ര പേര് അന്വേഷിച്ചു? ആരും അന്വേഷിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ പറയുന്ന മാറ്റം, ഈ ഇസ്ലാമിക സമൂഹത്തിലെ മാറ്റം ഉണ്ടാക്കുന്നത് ആരാണ്? അതിൽ നിന്നും ഭിന്നമായിട്ട് വന്ന് അത് പഠിച്ചവരാണ് മാറ്റം ഉണ്ടാക്കുന്നത്. പക്ഷെ എപ്പോഴും നമുക്കുള്ള പേരെന്നറിയോ? സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആൾക്കാരാണ് നമ്മൾ. ഇത് 4-5 കൊല്ലമായിട്ട് ബജു കേൾക്കുന്നില്ലേ? ബജു ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചർച്ച നടത്തിയിട്ട് ജനങ്ങളിലേക്ക് ഇതിന്റെ എല്ലാ ഉള്ളുകളികളും എത്തിക്കുന്നത് എങ്ങനെയാണ്, ഇത് ഈ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത്, എന്തിനാണ്?
ഈ പറയുന്ന മീശ നോവൽ വന്നപ്പോ ആ മീശ നോവലിന് എതിരെ സോഷ്യൽ മീഡിയയാണ് പുറത്തേക്കിറങ്ങിയത്. ശബരിമല പ്രശ്നത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നത്. ആദ്യം രാഷ്ട്രീയക്കാർക്ക് മാറി നിൽക്കുകയും ചെയ്തത്. അതേപോലെ തന്നെ ഓരോ വിഷയം സോഷ്യൽ മീഡിയ എടുത്തിട്ടാണ് ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് ഈ ബംഗ്ലാദേശിലെ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ജാമ്യ ടീച്ചർ, സോഷ്യൽ മീഡിയ വഴി നിർമ്മല കോളേജിന്റെ വിഷയം ഈ തള്ളുന്നവരുള്ളത് കൊണ്ടല്ലേ നമ്മൾ അറിയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ കണ്ണു തുറന്നുകൊണ്ട് അത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന ആ ചെറുപ്പക്കാരല്ലേ ഇതിന്റെ പുറകിലുള്ളത്? അവരല്ലേ അംഗീകരിക്കേണ്ടത്? എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വാക്കുണ്ട്, സോഷ്യൽ മീഡിയ തള്ളുക. ആ സോഷ്യൽ മീഡിയ തള്ളുന്നതുകൊണ്ടാണ് ഈ സമൂഹം മാറുന്നത്. ഞങ്ങൾ വീട്ടിലിരിക്കുകയായിരിക്കും, പുറത്തിറങ്ങിയ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടായിരിക്കും ടീച്ചർക്കും അറിയാം. നമ്മളൊന്ന് ഒന്ന് സ്വതന്ത്രമായിട്ട് ഒന്ന് നടക്കാൻ പോകാൻ പറ്റില്ല, നമുക്ക് ഒരു കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു ആശുപത്രി പോകാൻ പറ്റില്ല. എവിടെ പോയാലും നമുക്ക് ഈ കുത്തി നോവിക്കുന്ന നോട്ടമാണ്. ലോകത്ത് എല്ലാത്തിനെയും സഹിക്കും. ഒരു മുസൽമാനിൽ നിന്ന് ഹിന്ദു ആയി കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു മുസൽമാനും സഹിക്കില്ല. കാരണം അവനെ കൊന്നുകളയണം എന്ന് പറഞ്ഞിരിക്കും. ടീച്ചറെ പിന്നെയും സഹിക്കും, എന്നെ ഒട്ടും സഹിക്കില്ല. അതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു ധാരണ ആദ്യം മാറ്റി വെക്കണം. പുറത്തിറങ്ങുന്നവർ, സമൂഹത്തിൽ ഇറങ്ങുന്നവർമാരാണ് മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ള ധാരണ ആദ്യം മാറ്റണം. എവിടെ നിന്നിട്ടാണെങ്കിലും അവരുടെ ശബ്ദം ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം വിലയിരുത്താൻ. ഞങ്ങളുടെ മാധ്യമം ഇതാണെന്നേ, ഞങ്ങളുടെ മാധ്യമം സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റും, ചിന്തിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് ടീച്ചർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 1,80,000 ഫോളോവേഴ്സ് എനിക്കുണ്ട്. അത് നിസ്സാര കാര്യമാണോ? ഒരു വ്യക്തിക്ക് 1,80,000 പേർക്ക് മെസ്സേജ് എത്തിക്കാൻ പറ്റുന്നില്ലേ നമുക്ക്? നിസ്സാര കാര്യമാണോ? ഈ കേരളത്തിൽ സംഭവിച്ചത്, ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങൾ അറിയാതെ, സോഷ്യൽ മീഡിയയുടെ മാറ്റങ്ങൾ അറിയാതെ, പഴയ ആ പോക്ക് തന്നെ പോയിക്കൊണ്ടതാണ് നമ്മൾ പുറകോട്ട് പോകുന്നത്. മറ്റിടങ്ങളിൽ അങ്ങനെയല്ല. ഡൽഹിയിലൊക്കെ ഒരു 100 കൂടം സോഷ്യൽ മീഡിയ ഹിന്ദു മീഡിയാസ് ഉണ്ട്. എനിക്കറിയാവുന്ന 100 കൂട്ടം ഹിന്ദു മീഡിയാസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഈ 1921 ഞാൻ എടുത്ത സിനിമയുടെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ നടന്നിരിക്കുന്നത് ഡൽഹിയിലും ബോംബെയിലുമാണ്. ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് അവരാണ് എന്റെ സിനിമയെ കുറിച്ച്. കേരളത്തിൽ ആരും പ്രചരിപ്പിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഉള്ളത് നോക്കി, നമ്മൾ ഉത്തരേന്ത്യയിലുള്ളത് നോക്കി നമുക്ക് ഇവിടെ വന്ന് വിലയിരുത്താൻ പറ്റില്ല. കേരളത്തിൽ ഭക്ഷണത്തിന് പോലും പള്ളിയിൽ നിന്ന് പറയുന്ന അരിപ്പൊടി മേടിക്കുന്ന കാലഘട്ടമാണ് അല്ലേ ടീച്ചറെ? അരിപ്പൊടി മാർക്കറ്റ് ചെയ്യുന്നത് പള്ളികളിലൂടെയാണ്, മസാല മാർക്കറ്റ് ചെയ്യുന്നത് പള്ളികളിലൂടെയാണ്. പല അരിപ്പൊടി കമ്പനികളും പൂട്ടിപ്പോയി, കാണാനില്ല. ഒരു പ്രത്യേകതരം അരിയെ മാർക്കറ്റിൽ കിട്ടുള്ളൂ. ഇപ്പം പ്രത്യേകതരം ചില പൊടി. ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ കത്തിക്കുന്ന നിലവിളക്ക് വിളക്കെണ്ണ പോലും അതിൽ തന്നെയാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ഈ ചിക്കൻ പൊരിച്ച എണ്ണ